സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. വെറും 15 ദിവസം, ഒന്നുകിൽ സമാധാന കരാർ അല്ലെങ്കിൽ നേരിട്ടുള്ള യുദ്ധം. ഒരു വശത്ത് ട്രംപിന്റെ അന്ത്യശാസനം ഇങ്ങനെയാണ്, മറുഭാഗത്ത് എന്തിനും തയ്യാറെന്ന് ഇറാന്റെ പ്രഖ്യാപനവുമുണ്ട്. ജനീവയിലെ മൂന്നാം ഘട്ട ചർച്ചകൾ അവസാനിക്കുമ്പോൾ ലോകം ആകാംക്ഷയിലാണ്. ജനീവ ചർച്ചയിൽ കാര്യമായ പുരോഗതി എന്ന് പറയുമ്പോഴും ആണവ കരാറിനും യുദ്ധത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും എന്നതാണ് സ്ഥിതി. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജനീവ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പറയാൻ കഴിയുന്നത്. അക്കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഈ വീഡിയോയുമായി വന്നത്. ഇറാൻ അമേരിക്ക യുദ്ധഭീതി ഒഴിഞ്ഞു. കരാറിനും യുദ്ധത്തിനും ഇടയിലുള്ള നിർണായക ഘട്ടത്തിലാണോ കാര്യങ്ങൾ? ജനീവയിൽ നടന്ന ചർച്ചയിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് ഉണ്ടായത്? ഇറാൻ അമേരിക്കൻ ആവശ്യങ്ങളോട് വഴങ്ങിയോ? 4ാം ഘട്ട ചർച്ചയ്ക്ക് എന്തുകൊണ്ട് ധാരണയായി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ജനീവയിലെ 3ാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം ഉയർന്നു വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു നിർണായക സന്ധിയിലാണ് ചർച്ചകൾ എത്തി നിൽക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, 3ാം ഘട്ട ചർച്ചയിൽ വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കരാർ ചട്ടക്കൂടിലേക്ക് കാര്യങ്ങൾ അടുത്തിട്ടുമുണ്ട്. സുപ്രധാന പുരോഗതിയോടെയാണ് ചർച്ച അവസാനിച്ചത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിയന്നയിൽ വെച്ച് 4ാം ഘട്ട ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 4ാം ഘട്ട ചർച്ച സാങ്കേതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ സാങ്കേതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഈ 4ാം ഘട്ട ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത് തന്നെ ശുഭസൂചനയുമാണ്. ഔദ്യോഗികമായി മൗനം പാലിക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന സൂചനകളും വളരെ പോസിറ്റീവാണ്. ഇറാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് എങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ കർശന നിലപാട് തുടരുകയാണ്. ആ നിലപാട് ശരിയാണ് എന്ന് മധ്യസ്ഥരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അബ്ബാസ് അരാഗ്ചിക്കും കൂട്ടർക്കും കഴിഞ്ഞിട്ടുമുണ്ട്. അതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഗൗരവമേറിയതും ദൈർഘ്യമേറിയതുമായ ചർച്ചയാണ് നടന്നതെന്നായിരുന്നു അരാഗ്ചിയുടെ ആദ്യ പ്രതികരണം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി മരിയാനോ ഗ്രേസി ചർച്ചയിൽ പങ്കെടുത്തത് സാങ്കേതികമായ കാഴ്ചപ്പാടിൽ വ്യക്തത വരുത്താൻ സഹായിച്ചു എന്ന് അരാഗ്ചി പറയുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു. ആണവ കാര്യത്തിലും ഉപരോധത്തിൻ്റെ കാര്യത്തിലും ഒരു കരാർ ഉണ്ടാക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് ഗൗരവമായി കടന്നുവെന്നും അരാഗ്ചി പറയുന്നു. ചില വിഷയങ്ങളിൽ ധാരണകളുടെ വളരെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചർച്ചയിലൂടെ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ ഇരുപക്ഷവും കൂടുതൽ ഗൗരവത്തോടെ ഇടപെടുന്നുണ്ട് എന്നും അരാഗ്ചി കൂട്ടിച്ചേർക്കുന്നു. തിങ്കളാഴ്ച മുതൽ 4ാം ഘട്ട ചർച്ചയുടെ മുന്നൊരുക്കങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായ കാര്യങ്ങളിലെ ചർച്ചകൾ, അത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ വിദഗ്ധർ തുടങ്ങുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അരാഗ്ചി പറയുന്നു. ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ വിയോജിപ്പുകൾ തുടരുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് 3ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ ചർച്ചകൾ അക്ഷരാർത്ഥത്തിൽ ഒരു വഴിത്തിരിവിനും തകർച്ചയ്ക്കും ഇടയിലുള്ള നിർണായക സന്ധിയിലെത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അതായത് കരാറിലേക്കും യുദ്ധത്തിലേക്കും കാര്യങ്ങൾ പോകാം. അതാണ് സ്ഥിതി. ആണവ ചർച്ചകളെ മറ്റ് കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അമേരിക്കയുടെ കടുംപിടുത്തമാണ് സത്യത്തിൽ കരാറിലേക്ക് എത്താൻ തടസ്സമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ഒന്നാകെ വിലയിരുത്തുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഇറാന്റെ പ്രാദേശിക സഖ്യങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് തർക്കങ്ങളിൽ നിന്ന് ആണവ വിഷയങ്ങളെ വാഷിംഗ്ടൺ വേർതിരിക്കുകയാണെങ്കിൽ കരാർ കയ്യെത്തും ദൂരത്താണ് എന്നാണ് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് പറഞ്ഞത്. ചില ഒമാൻ ഉദ്യോഗസ്ഥരും ഇക്കാര്യം രഹസ്യമായി പറയുന്നുണ്ട്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് പൂർണ്ണമായും നിർത്തണമെന്നതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അവർ 3 ആണവ നിലയങ്ങളും, അതായത് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവ എന്നേക്കുമായി നശിപ്പിക്കണം. അതായത് ഇറാൻ നശിപ്പിക്കണം. മാത്രമല്ല കൈവശമുള്ള 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തു നിന്ന് മാറ്റണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന അളവ് കുറയ്ക്കാമെന്നും ആണവായുധം നിർമ്മിക്കില്ല എന്നും ഇറാൻ ഉറപ്പു പറയുന്നു. അതേസമയം ഊർജ്ജ ആവശ്യത്തിനായി യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും ഇറാൻ ആവർത്തിക്കുന്നു. തങ്ങൾക്കെതിരായ ഉപരോധങ്ങൾ ഒറ്റഘട്ടമായി നീക്കണമെന്നും ഇറാൻ നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ അത് ഘട്ടം ഘട്ടമായി മാത്രമേ സാധിക്കൂ എന്നാണ് അമേരിക്കയുടെ നിലപാട്. അതായത് ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കുന്നതിലും യുറേനിയം സമ്പുഷ്ടീകരണ പരിധി നിശ്ചയിക്കുന്നതിലുമുള്ള വിയോജിപ്പുകൾ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഈ കരാറിലേക്ക് എത്തുന്നതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3ാം ഘട്ട ചർച്ചയ്ക്ക് ശേഷവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ആദ്യ 2 ചർച്ചയ്ക്ക് ശേഷവും ഔദ്യോഗികമായ പ്രതികരണം വളരെ വൈകിയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ഇതിനെ ചില നയതന്ത്ര വിദഗ്ധരെങ്കിലും ആശങ്കയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധഭീതി ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് ഇവർ പ്രതികരിക്കുന്നത്. അതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്, അല്ലെങ്കിൽ 4ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ചർച്ചകളിൽ പങ്കെടുത്ത സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് ക്ലുഷ്നറും ഇതുവരെ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല.
ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസും വിസമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾ വളരെ പോസിറ്റീവായിരുന്നു എന്ന് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരാറിലേക്ക് എത്താൻ 15 ദിവസത്തെ സമയമാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് ഭീഷണി മുഴക്കുന്നത്. മൂന്നാം ഘട്ട ചർച്ചകൾക്ക് മുമ്പ് എയർഫോഴ്സ് വണ്ണിൽ വെച്ച്, അതായത് ട്രംപിൻ്റെ വിമാനത്തിൽ വെച്ച് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇറാൻ ഒരു കരാറിനായി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഉള്ള പ്രത്യാഘാതങ്ങൾ അവർക്കറിയാം എന്നായിരുന്നു. അതായത് വിയന്നയിൽ അടുത്തയാഴ്ച നടക്കുന്ന സാങ്കേതിക ചർച്ചകൾക്ക് ശേഷം മാത്രമേ അമേരിക്കയുടെ കൂടുതൽ വ്യക്തമായ പ്രതികരണം, ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വൈസ് പ്രസിഡന്റ് JD വാൻസും നടത്തിയ ചില പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ചർച്ചയുടെ ഫലം വരുന്നതിന് മുമ്പായിരുന്നു ഇരുവരും പ്രതികരണം നടത്തിയത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ഇറാന്റെ പക്കൽ വലിയൊരു ബാലിസ്റ്റിക് മിസൈൽ ശേഖരമുണ്ട് എന്നും അത് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും യൂറോപ്പിനും ഭീഷണിയാണ് എന്നുമാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. അമേരിക്കയെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള മിസൈലുകൾ വികസിപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ജനീവ ചർച്ചകളിൽ ബാലിസ്റ്റിക് മിസൈൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇറാൻ തയ്യാറാകാത്തതാണ് ഒരു വലിയ പ്രശ്നമെന്ന് റൂബിയോ പറയുന്നു. ഇറാന് ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ലളിതമായ ഒരു തത്വമാണ് എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണം. ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നതിന് അമേരിക്കയുടെ പക്കൽ തെളിവുണ്ടെന്നും വാൻസ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്. പ്രശ്നം നയതന്ത്രത്തിലൂടെ പരിഹരിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അത് പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള മറ്റ് മാർഗങ്ങൾ പ്രസിഡന്റിൻ്റെ പക്കലുണ്ടെന്നും വാൻസ് ഇറാനെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഈ ജനീവയിലെ ചർച്ചകൾ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇരുവരും നടത്തിയ ഒരു പ്രതികരണമാണ് ഇത്. ചർച്ചകൾക്കിടയിലും അമേരിക്ക പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആൾഫോർഡ് ഇസ്രയേൽ തീരത്തേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഗ്രീസിലെ സൗദ ബേ നാറ്റോ നാവിക താവളത്തിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു ഈ കപ്പൽ. ഇസ്രയേലിലെ ഹൈഫ തീരത്തേക്കാണ് കപ്പൽ ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചന. USS എബ്രഹാം ലിങ്കൻ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. 100-ലധികം യുദ്ധവിമാനങ്ങളെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും വിവിധ താവളങ്ങളിലേക്ക് അമേരിക്ക മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനായി ഇസ്രയേലിലെ ഓഡ എയർബേസിൽ അമേരിക്ക ആദ്യമായി F-22 യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ അമേരിക്ക വളരെ ശക്തമായ ഒരു സൈനിക നീക്കം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അപ്പോഴും അമേരിക്കൻ സൈന്യത്തിൻ്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനായ ജനറൽ ഡാൻ കെയ്ൻ നൽകിയ മുന്നറിയിപ്പ് ട്രംപിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളത് യുദ്ധവിദഗ്ധർ എടുത്തു പറയുന്നുണ്ട്. ഇറാനെതിരെ സൈനിക ആക്രമണം നടത്തുന്നത് വലിയ അപകട സാധ്യതകൾക്ക് കാരണമാകുമെന്നാണ് ജനറൽ ഡാൻ കെയ്ൻ ട്രംപിനോട് സ്വകാര്യമായി മുന്നറിയിപ്പ് നൽകിയതായി ആക്സിയോസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇറാനുമായുള്ള ഒരു യുദ്ധം പശ്ചിമേഷ്യയിൽ ഉടനീളം പടരാമെന്നും അമേരിക്ക ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാമെന്നും അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് വാർത്ത. എന്നാൽ ഇക്കാര്യം ട്രംപ് തള്ളിക്കളയുകയാണ്. അദ്ദേഹവും തന്നെപ്പോലെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും, എന്നാൽ യുദ്ധം ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്നുമാണ് കെയ്ൻ പറഞ്ഞത് എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെക്കുറിച്ചുള്ള ഇത്തരം മുന്നറിയിപ്പുകൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ആദ്യമേ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുണ്ട്. തുർക്കിയൊക്കെ വലിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇറാനെ വില കുറച്ച് കാണരുത് എന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നയതന്ത്ര ചർച്ചകൾ തുടരട്ടെ എന്ന നിലപാട് ട്രംപ് സ്വീകരിക്കുന്നത് എന്നാണ് പലരും വിലയിരുത്തുന്നത്. ഇറാനെ ആക്രമിക്കണമെന്ന നെതന്യാഹുവിൻ്റെ സമ്മർദ്ദം ട്രംപ് അവഗണിക്കുന്നതും ഇത്തരം മുന്നറിയിപ്പുകൾ കൊണ്ടാണ് എന്നും പറയപ്പെടുന്നു. മാത്രമല്ല, ഇറാൻ തീരത്തെ റഷ്യൻ സേനയുടെ സാന്നിധ്യവും ട്രംപിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. അതേസമയം ഇറാനും മറുഭാഗത്ത് മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും മുന്നൊരുക്കങ്ങൾക്ക് ഒരു കുറവും ഇറാനും വരുത്തുന്നില്ല. മാത്രമല്ല, റഷ്യ ചൈന കപ്പലുകൾ ഇപ്പോഴും ഇറാൻ തീരത്തുണ്ട്. അതായത് റഷ്യയുടെയും ചൈനയുടെയും നാവികസേനയുടെ സാന്നിധ്യം ഇറാൻ തീരത്ത് ഇപ്പോഴും തുടരുകയാണ്. റഷ്യയുടെ അത്യാധുനിക S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ വാങ്ങുന്നതിനെക്കുറിച്ചും റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ സജീവമാണ് എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഇറാൻ പ്രോക്സി സംഘടനകളും എന്തിനും തയ്യാറായി നിൽക്കുകയാണെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ചർച്ചകൾ ഒരു കരാറിൻ്റെ ചട്ടക്കൂടിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഇറാനും അമേരിക്കയ്ക്കും ഒരുപോലെ ഒരു കരാർ അനിവാര്യമാണ്. അതാണ് സത്യം. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇരു രാജ്യങ്ങൾക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. എന്നാൽ തങ്ങളെ ആക്രമിച്ചാൽ കടുത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ നിലപാട് സ്വീകരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇറാൻ നടത്തുകയും ചെയ്യുന്നു. അവസാന യുദ്ധത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു.
അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.